നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ 16-ാം വാർഡിൽ തടത്തിൽ ജോസഫ് മകൻ അമൽ ജോസഫ്. 34 വയസ്സുള്ള ഒരു യുവാവ്. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. 6 മാസത്തോളം മരുന്നുകൾ കഴിച്ചു നോക്കി. അതിന് ഫലമുണ്ടായില്ല. അതിനു പകരം രോഗം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് വൃക്ക മാറ്റിവെക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും വൃക്ക മാറ്റിവെക്കുകയും അതിനുശേഷമുള്ള തുടർ ചികിത്സ തുടരുകയുമാണ്. എൻ്റെ പേര് ത്രേസ്യ. ഞങ്ങൾ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ 16-ാം ഡിവിഷനിൽ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് ജോസഫ് TC ആണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോനാണ് കിഡ്നി സംബന്ധമായ രോഗത്താൽ ഇരിക്കുന്നത്. 6 മാസത്തോളം ഞങ്ങൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലായിരുന്നു ചികിത്സയും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. ലാസ്റ്റ് ഈ കിഡ്നി സംബന്ധിച്ച് മാറ്റിവെക്കൽ മാത്രമേ ഇനി നടക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടായിപ്പോയി. എങ്കിലും ഈ പ്രദേശത്തുള്ളവരും എല്ലാവരും കൂടി സഹായിച്ച് ഡോക്ടർമാർ തന്നെ പറഞ്ഞു അതിന് നമുക്കൊരു പ്രതിവിധി കണ്ടെത്താം എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അച്ഛൻ, അമ്മ, അനുജൻ എന്നിവരടങ്ങിയതാണ് അമലിന്റെ കുടുംബം. അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹവും അമലും കൂടി ജോലി ചെയ്ത് കുടുംബം ഒരുവിധം നല്ല രീതിയിൽ നോക്കി നടത്തി വരികയായിരുന്നു. അമൽ ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ഇതിനിടയിലാണ് അമലിന് അസുഖം തുടങ്ങിയത്. 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തോടെ ആലോചിച്ച് ചർച്ച ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ കോഴിക്കോട് മിമിസ് ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ ഡോക്ടർമാരെയൊക്കെ വിദഗ്ധമായി കണ്ട് ഞങ്ങൾ ആലോചിച്ച് കിഡ്നി മാറ്റിവെക്കൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് നടത്താമെന്ന് അവിടെ ഡോക്ടർമാർ പറയുകയും അതോടൊക്കെ അന്ന് തന്നെ അവരൊരു ടെസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ ആ ടെസ്റ്റിൻ്റെ ദിവസം തന്നെ അവിടെ എത്തുകയും ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഗ്രൂപ്പ് മോൻ്റെ കിഡ്നിയായിട്ട് ഒക്കെയില്ലായിരുന്നു. എങ്കിലും അവിടുത്തെ ഡോക്ടർമാർ വിദഗ്ധമായി പറഞ്ഞു അതിന് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് നടത്താം, ചാച്ചൻ്റെ ബ്ലഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ എല്ലാ ടെസ്റ്റും അവൻ്റെ ചാച്ചൻ്റെ പരിശോധനയെല്ലാം നടത്തിയപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. വൃക്കരോഗമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി മാനസികമായും ശാരീരികമായും ആകെ തളർന്ന അവസ്ഥയിലായി. തൊഴിൽ തുടരുവാൻ കഴിയാതെ വന്നപ്പോൾ ജീവിതം പ്രതിസന്ധിയിലായി. ഓപ്പറേഷന് വേണ്ടുന്ന വലിയ തുക കണ്ടെത്തുവാനാകാതെ ഇവർ വിഷമിച്ചു. പിന്നീട് കൂത്താട്ടുകുളം നഗരസഭയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷന് വേണ്ടുന്ന പണം കണ്ടെത്തുവാനുള്ള
പരിശ്രമം ആരംഭിച്ചു. എൻ്റെ പേര് ജോമി മാത്യു. കൂത്താട്ടുകുളം നഗരസഭയിൽ 16-ാം വാർഡിലെ കൗൺസിലറാണ്. കൂത്താട്ടുകുളം നഗരസഭയിൽ 16-ാം വാർഡിൽ തടത്തിൽ ജോസഫ് ത്രേസ്യ ദമ്പതികളുടെ മൂത്ത മകനാണ് അമൽ ജോസഫ്. അമലിന് ഇരുവൃക്കകളും ചുരുങ്ങുന്ന അസുഖമാണ്. അദ്ദേഹത്തിൻ്റെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഡയാലിസിസും മറ്റുമായി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കൂത്താട്ടുകുളം നഗരസഭയും സുമനസ്സുകളുടെയും സഹായത്താലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ അമലിൻ്റെ ഫാദർ ജോസഫിൻ്റെ കിഡ്നിയാണ് അമലിന് മാറ്റിവെച്ചിരിക്കുന്നത്. കോഴിക്കോട് ആസ്റ്റർ മിൻസ് ഹോസ്പിറ്റലിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്. 2025 മാർച്ച് മാസം 11-ാം തീയതി ഓപ്പറേഷൻ നടന്നു. ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവ് വരികയും ചെയ്തു. സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമുണ്ട്. അമലിൻ്റെ തുടർ ചികിത്സയും മരുന്നിനുമൊക്കെയായി നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്. ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പള്ളി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും റെസിഡൻസ് കൂട്ടായ്മയുടെയും അതിലുപരി നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് പണം കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഓപ്പറേഷൻ നടത്തുകയുമാണുണ്ടായത്. അമലിന്റെ പിതാവ് ജോസഫിന്റെ വൃക്കയാണ് മാറ്റിവെച്ചത്. എൻ്റെ കിഡ്നി ഇത് വയ്ക്കാമെന്നുള്ള ഇത് മാച്ചാവുമെന്നുള്ള കണ്ടുപിടിക്കുകയും അതിനെ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3-4 മാസം കോഴിക്കോട് ഹോസ്പിറ്റലിൽ തങ്ങുകയും അവിടെ നിന്ന് തുടർന്നുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി പിന്നീട് ഡോക്ടർമാർ തീരുമാനിക്കുകയാണ് എൻ്റെ കിഡ്നിയെ മാച്ച് ചെയ്യുമെന്ന് തീരുമാനിച്ചു. ഞാൻ അതിന് സമ്മതം മൂളും. അങ്ങനെ ആയി. മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ഇടപെട്ട് അവരോട് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടം എടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഈ 2 മാസവും ടെസ്റ്റിനൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ഡേറ്റ് ഞങ്ങൾക്ക് തന്നു. ഡേറ്റ് തന്നതിനൊപ്പം തന്നെ നല്ലൊരു തുക കണ്ടെത്തണം എങ്കിലും ഞങ്ങൾ മുമ്പേ പോയെങ്കിലും ഞങ്ങളുടെ പുറകെ തന്നെ ഈ കൂത്താട്ടുകുളം പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളുടെ കുടുംബത്തിനോട് സഹകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു തുക എത്തിച്ചു തരികയും അതുപോലെ അന്വേഷിക്കുകയും ഇവിടെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അന്നിരുന്ന എല്ലാ മെമ്പേഴ്സും എല്ലാവരും എപ്പോഴും വിളിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത് കുടുംബമായിട്ടും ഞങ്ങളെ എല്ലാവരും സഹായിച്ചു. അങ്ങനെ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. 6 മാസത്തോളം അവിടെ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് ഞങ്ങൾ താമസിക്കുകയായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ തന്നെ അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം, അല്ലാതെ ആശുപത്രിയിൽ പിന്നെ അവരവിടെ കിടത്തിയില്ല. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് 4 മാസം ആശുപത്രിയിൽ അടുത്തൊരു വാടകയ്ക്ക് കിടന്നു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞങ്ങളുടെ ഒരു ബന്ധു തൃശ്ശൂർ ഉണ്ട്, അമ്മാവൻ്റെ മോളാണ്. അവർ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി. നാട്ടിലേക്ക് പോകരുന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ കുടുംബസമേതം വന്ന് ഞങ്ങളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ഞങ്ങൾ 3 മാസം താമസിച്ചു. 3 മാസം താമസിച്ച് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ടെസ്റ്റിന് പോകണമായിരുന്നു. അന്നേരം അവിടെ വണ്ടി ഒക്കെ ഉണ്ട്. വണ്ടി ഇല്ല, അവിടെ സമയത്ത് ഇല്ലെങ്കിൽ പോലും വാടകയ്ക്ക് വണ്ടി എടുത്തു തന്ന് അവിടുത്തെ പിള്ളേർ ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയാക്കുകയും 3 മാസം അവിടെ താമസിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിലെത്തുകയും ചെയ്തു. വിവാഹമൊക്കെ കഴിച്ച്
നല്ല രീതിയിൽ ജീവിതം കരുപിടിപ്പിക്കേണ്ട ഈ പ്രായത്തിൽ ഒരു രോഗിയായി വീട്ടിൽ കഴിയേണ്ടി വരുന്ന അമലിൻ്റെ അവസ്ഥ നമ്മെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഇനി ഏറ്റവും ശ്രദ്ധ കൊടുത്ത് ചികിത്സ തുടരേണ്ട കാലമാണ് ഇനി മുന്നോട്ടുള്ളത്. ഇത്തരം രോഗങ്ങളുടെ തുടർ ചികിത്സ ജീവിതകാലം മുഴുവനും തുടരേണ്ടതും വലിയ ചിലവേറിയതുമായതുകൊണ്ട് ഇടയ്ക്ക് മുടങ്ങാതെ നോക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഞാൻ കൂത്താട്ടുകുളം CSI ക്രൈസ്റ്റ് ചർച്ച് സഭയുടെ ഇടവക പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സഭയിൽപ്പെട്ട കുടുംബമാണ് ജോസഫ് ത്രേസ്യ കുടുംബം. അവരുടെ മകനായിരിക്കുന്ന അമൽ 2025 വൃക്കസംബന്ധമായിരിക്കുന്ന രോഗത്താൽ അദ്ദേഹത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫാണ് ആ കിഡ്നി അദ്ദേഹത്തിന് നൽകിയത്. അതിനുശേഷം അദ്ദേഹം ഭവനത്തിൽ ഇപ്പോഴേ വിശ്രമത്തിലാണ്. എന്നാൽ തുടർന്നു വരുന്നതായ ചികിത്സകൾക്ക് ഭീമമായ ഒരു തുക എല്ലാ മാസവും അവർക്ക് ആവശ്യമായിട്ട് വരുന്നു. ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഗുഡ്നസ് TVയുടെ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകിയാൽ അവർക്ക് വളരെ ഉപകാരമാണ്. ഇത് കേൾക്കുന്ന സുമനസ്സുകൾ അവർക്ക് വേണ്ടുന്നതായ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകുകയും ആ കുടുംബത്തെ ഈ പ്രത്യേകമായ അവസ്ഥയിൽ സഹായിക്കുവാനായിട്ട് നല്ല മനസ്സ് കാണിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് TVയെ സമീപിച്ചത്. ഇവരുടെ പ്രതീക്ഷകൾ ഗുഡ്നസ് TVയുടെ സുമനസ്സുകളായ പ്രേക്ഷകരിൽ അർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ ഇവരെ അകമഴിഞ്ഞ് സഹായിക്കും എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരു മാസം തന്നെ 30,000 രൂപയോളം ഞങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട്. 10,000 രൂപ ടെസ്റ്റിനും ബാക്കി 20,000 രൂപയോളം ഗുളികയും ഒക്കെ കാലം വരത്തേക്ക് കഴിക്കേണ്ടതാണ്. അത് ഒരു നേരം പോലും ആ ഗുളിക മുടങ്ങാൻ പറ്റുകയില്ല. അപ്പം വീട്ടു ചിലവ് വേറെ എങ്കിലും 30,000 രൂപയോടെ ഒരു മാസം ഞങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട്. ഭർത്താവിന് മോന് കിഡ്നി കൊടുത്തത് ഭർത്താവായതുകൊണ്ട് വേറെ ജോലികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾ തന്നെയാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്നതിൻ്റെ പശ്ചാത്തലവും. ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിത്യതയുടെ കണക്കുപുസ്തകത്തിലെ നമ്മുടെ നിക്ഷേപങ്ങളുടെ തുകകളായി വർദ്ധിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച നിരാശയുടെ ഇരുളിനെ മാറ്റിക്കളയുവാൻ കാരണമാകുന്നതെന്ന വലിയ സന്തോഷത്തിൻ്റെ അലയാഴികൾ നമ്മിൽ നിറയട്ടെ എന്ന പ്രത്യാശയോടെ സസ്നേഹം ശമരിയൻ. 2 വർഷമായി കിഡ്നി രോഗത്തെ തുടർന്ന് IG നെഫ്രോപ്പതി എന്ന് പറഞ്ഞ കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 1 വർഷമായി. തുടർന്ന് ചികിത്സകൾക്കും മറ്റും മാസം നല്ലൊരു തുക ചിലവ് വരുന്നു. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ശമരിയാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ലിൻഡോ പുതുപ്പറമ്പിൽ VC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി,
തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480 2700 മൊബൈൽ 9744198906. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമ്മരിയൻ എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുക എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിലെ താമസിക്കുന്ന സാബു ചുള്ളിയിൽ എന്ന ചേട്ടൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാബു ചേട്ടനെ നമ്മൾ ഗുഡ്നസ് ടിവിയിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുകയുണ്ടായി. ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചേട്ടനാണ് സാബു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരിക്കൽ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഓൾറെഡി ബ്ലോക്ക് മാറ്റിയതാണെങ്കിൽ വീണ്ടും ബ്ലോക്ക് വരികയും അതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെയും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ ചികിത്സാ സഹായങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നൊരു സമയമാണിപ്പോൾ. അതുപോലെ തന്നെ വൃക്ക മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒത്തിരിയേറെ സഹായം പലരും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഗുഡ്നസ് ടിവിയെ സമീപിക്കാനും അതുവഴിയായിട്ട് എന്തെങ്കിലും സഹായം സാധിക്കുമോ എന്ന് നമ്മളോട് അപേക്ഷിക്കുകയും പ്രേക്ഷകരുടെ മുമ്പിൽ സാബു ചേട്ടനെ എത്തിക്കുകയും ചെയ്തത്. ഒത്തിരിയേറെ ആളുകൾ സാബു ചേട്ടനെ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. ഒത്തിരിയേറെ ആളുകൾ ചെറുതാണെങ്കിലും സഹായങ്ങൾ ഗുഡ്നസ് ടിവിയുടെ ഈ സംരംഭത്തിലേക്ക് നൽകുകയുണ്ടായി. അപ്പോൾ വളരെ പ്രത്യേകമായി നിങ്ങളെല്ലാവരും നന്ദിപൂർവ്വം ഓർക്കുന്നു. അപ്പോൾ പലരിൽ നിന്നും സമ്പാദിച്ച അല്ലെങ്കിൽ പലരിൽ നിന്നും സമാഹരിച്ച തുകയെല്ലാം ചേർത്ത് വെച്ച് 1,92,000 രൂപ സമാഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ആ തുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നിമിഷം സാബു ചേട്ടന് ഞാൻ നൽകുന്നു. ഇത്രയും തുക നൽകിയ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിയുടെ ഏറ്റവും നല്ല നന്ദി, ഏറ്റവും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ നൽകുന്നു. ഒപ്പം വീണ്ടും മറ്റു രോഗികളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ തുടർന്നും സഹായങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് സാബു ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ ചികിത്സയ്ക്കും ദൈവത്തിന് വലിയ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ടും എല്ലാ ചികിത്സകളും ഫലപ്രദമാകുന്നതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ചികിത്സയ്ക്കായി സഹായിച്ച ഗുഡ്നസ് ടിവിയുടെ നല്ല എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു.